ഇപ്പോൾ വയനാട്ടിൽ വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് വനം മന്ത്രിയുടെ വീട്ടിലേക്ക് പ്രതിപക്ഷ എംഎൽഎമാർ മാർച്ച് നടത്തുകയാണ്. തിരുവനന്തപുരത്തെ മാർച്ചാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. മലയോര മേഖലയിലെ എംഎൽഎമാരാണ് മാർച്ച് നടത്തുന്നത്. UDF നേതാക്കളും പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. ആർ റോഷിപാൽ ചേരുന്നു. ആർ റോഷിപാൽ, നിയമസഭാ സമ്മേളനത്തിന് മുൻപ് ഇന്നിപ്പോൾ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നു. വന്യമൃഗ ആക്രമണമാണ് പ്രധാനപ്പെട്ട വിഷയം. ആരൊക്കെയാണ് ഈ മാർച്ചിൽ പങ്കെടുക്കുന്നത്? മിനിസ്റ്റർ വീടിനുള്ളിലുണ്ടോ? അരുൺകുമാർ, വയനാട്ടിൽ വന്യജീവി ആക്രമണം തുടരുന്ന ഒരു സാഹചര്യം. കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ കൊല്ലപ്പെട്ട ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് എംഎൽഎമാർ, പ്രതിപക്ഷ എംഎൽഎമാർ, മലയോര മേഖലയിലെ എംഎൽഎമാർ വനം മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് നിയമസഭയ്ക്ക് മുന്നിൽ നിന്നും മാർച്ച് നടത്തുന്നത്. ഇപ്പോൾ നിയമസഭയ്ക്ക് നിന്നും ആരംഭിച്ച മാർച്ച് മന്ത്രിയുടെ വസതിക്ക് സമീപം പോലീസ് ബാരിക്കേഡ് തീർത്ത് തടഞ്ഞു. ഇവിടെ എംഎൽഎമാർ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയാണ്. മന്ത്രി ഇവിടെ സ്ഥലത്തില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും കൂടുതൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം എത്തുന്നതിന്റെ സൂചനയാണിത്. കഴിഞ്ഞ ദിവസം ഇന്നലെ അടിയന്തര പ്രമേയമായി ഈ വന്യജീവി ആക്രമണം സഭയിലെത്തിച്ചിരുന്നു. ഗുരുതരമായ ആരോപണങ്ങൾ ഉൾപ്പെടെ ഉന്നയിച്ചു. സർക്കാരാണ് ഈ ഒടുവിൽ അജീഷ് എന്ന കർഷകൻ മരിച്ചതിന്റെ കാരണക്കാരൻ, ഒന്നാം പ്രതി സർക്കാർ അടക്കം ആരോപണം ഉന്നയിച്ചു. ഒപ്പം വനം വകുപ്പിന് വലിയ വീഴ്ച സംഭവിച്ചു എന്നടക്കമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. സർക്കാർ നോക്കുകുത്തിയാകുന്ന ഈ പശ്ചാത്തലം കൂടി ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ പ്രതിപക്ഷ എംഎൽഎമാർ ഈ മന്ത്രി വനമന്ത്രി AK ശശീന്ദ്രന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തിയത്. PK കുഞ്ഞാലിക്കുട്ടി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള നേതാക്കൾ അല്പസമയത്തിനകം ഈ പ്രതിഷേധ മാർച്ചിലേക്ക് എത്തിച്ചേരും. PK കുഞ്ഞാലിക്കുട്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മാർച്ചിനെ PK കുഞ്ഞാലിക്കുട്ടി അഭിസംബോധന ചെയ്യും. പ്രതിപക്ഷ നേതാവ് VD സതീശനും അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഏതായാലും കർഷകരുടെ വികാരം ഇവിടെ തലസ്ഥാനത്ത് പ്രതിഫലിപ്പിക്കാനുള്ള ശ്രമമാണ് പ്രതിപക്ഷ എംഎൽഎമാർ ശ്രമിക്കുന്നത്. മലയോര മേഖലയിലെ എംഎൽഎമാർക്കൊപ്പം മറ്റ് UDF എംഎൽഎമാരും അവർക്ക് ഐക്യദാർഢ്യവുമായി എത്തിയിട്ടുണ്ട് പ്രതിഷേധത്തിലേക്ക്. സഭയുടെ മുന്നിൽ നിന്നാണ് ഈ മാർച്ച് ആരംഭിച്ചത്. ഏതായാലും മസ്കറ്റ് ഹോട്ടലിന് തൊട്ടുമുന്നിൽ പോലീസ് ബാരിക്കേഡ് തീർത്ത് ഈ പ്രതിഷേധം തടഞ്ഞിരിക്കുകയാണ്. അരുൺ, ഇപ്പോൾ പ്രതിഷേധ മാർച്ച് തിരുവനന്തപുരത്ത് വനം വകുപ്പ് മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിലാണ്. ഇപ്പോൾ VD സതീശൻ പ്രതിപക്ഷ നേതാവ് എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി എത്തിയിട്ടുണ്ട്. ബാരിക്കേഡുകൾ വെച്ച് പ്രതിഷേധ മാർച്ച് തടഞ്ഞിട്ടുണ്ട്. 8:30 ഇനി നിയമസഭാ സമ്മേളനം ആരംഭിക്കുക. നിയമസഭാ സമ്മേളനത്തിന് മുൻപാണ് ഈ പ്രതിഷേധ മാർച്ച് മലയോര മേഖലയിലെ എംഎൽഎമാർ, പ്രതിപക്ഷ നേതാക്കൾ എന്നിവർ നടത്തുന്നത്. ഇപ്പോൾ മുദ്രാവാക്യങ്ങൾ ഉയർത്തി വനം വകുപ്പ് മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിലാണ് മാർച്ച് നടക്കുന്നത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അല്പസമയത്തിനുള്ളിൽ എത്തും. പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും ഉണ്ട്. T സിദ്ദീഖ്, ഷംസുദ്ദീൻ, മോൻസ് ജോസഫ്, ഒപ്പം ചണ്ടി ഉമ്മൻ തുടങ്ങി എല്ലാ നേതാക്കളുമുണ്ട്. മലയോര മേഖലയിലെ എംഎൽഎമാരും ഇപ്പോൾ ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. വയനാട്ടിലേതടക്കം ഇന്നിപ്പോൾ കണ്ണൂരിലെ ഒരു കടുവ കുടുങ്ങിയ വാർത്ത പുറത്തുവന്നു. വയനാട്ടിലെയും കണ്ണൂരിലെയും ഒപ്പം ഇടുക്കിയിലെയും പാലക്കാട്ടെയും ഒക്കെ വന്യജീവി ശല്യത്തിന് ശാശ്വത പരിഹാരം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ എംഎൽഎമാർ പ്രതിഷേധം നടത്തുന്നത്. അവരുടെ ബാനറിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. റോഷിപാൽ, എന്താണ് ഈ പ്രതിപക്ഷ നേതാക്കൾ പിടിച്ചിരിക്കുന്ന ബാനറിൽ എഴുതിയിരിക്കുന്നത്? അരുൺകുമാർ, ബോധമില്ലാത്ത ആനയല്ല, നെറുകെട്ട സർക്കാരാണ് പ്രതി എന്നാണ് ഈ ബാനറിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പ്ലക്കാർഡുകളിൽ മനുഷ്യരെ വന്യമൃഗങ്ങൾക്ക് എറിഞ്ഞുകൊടുത്ത വനമന്ത്രി രാജിവെക്കണം എന്ന ആവശ്യവും വന്യജീവികളിൽ നിന്നും മനുഷ്യരെ രക്ഷിക്കാൻ സർക്കാരിന് ഒരു പദ്ധതിയുമില്ല എന്നടക്കം ഉള്ള കാര്യങ്ങളാണ് ഉയർത്തിയത്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. ബോധമില്ലാത്ത ആനയല്ല. ഞാൻ തിരിച്ചു വരാം റോഷിപാൽ. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് എത്തുമ്പോഴേക്കും പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ബോധമില്ലാത്ത ആനയല്ല എന്നാണ് ഇപ്പോൾ വലിയ ബാനറിൽ പിടിച്ചിരിക്കുന്നത്. വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായി എന്നാണ് പ്രതിപക്ഷ എംഎൽഎമാരുടെ ആരോപണം.